വെൽക്കം ടു പ്ലാൻ സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്ന ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത്രയും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു അത്. അത്രയും ഷോർട്ട് ആക്കിയിട്ട് സിമ്പിൾ മാനറിലാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് NMR സ്പെക്ട്രോസ്കോപ്പി എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്താൽ ഇതൊരു അനലിറ്റിക്കൽ ടെക്നിക്കാണ്. അതായത് ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾസിന്റെ ഒരു അൺനോൺ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി NMR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. അപ്പൊ NMR എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ആണ്. ഇതിൽ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ അല്ലെ, ഒരു പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസ്, ആ ഒരു ആറ്റം മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ആ ഒരു ആറ്റം മോഡൽ ബേസ് ചെയ്തിട്ടാണ് NMR സ്പെക്ട്രോസ്കോപ്പി പറയുന്നത്. അതായത് മെയിൻ ഒരു പ്രിൻസിപ്പിൾ ഇൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞാല് ഓരോ ആറ്റംസും ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു ടൈനി മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ മെയിൻലി ഒരു മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഒരു അറ്റോമിക് ന്യൂക്ലിയസ്, ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു അറ്റോമിക് ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ, അവയുടെ ഉണ്ടാകുന്ന സ്പിന്നിങ് എന്നുള്ള ഒരു ടേം ആണ് ഈ ഒരു NMR സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ പറയാം. ജസ്റ്റ് ഡെഫിനിഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് പറയുമ്പോഴും ആ ഒരു പ്രോസസ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോഴും അത് പക്കയായിട്ട് നിങ്ങളുടെ മൈൻഡിൽ കിട്ടും. എന്താണ് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് ബേസിക് ആയിട്ട് നോക്കാം. പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ന്യൂക്ലിയർ സ്പിൻ എന്നുള്ള ടേം ആണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു NMR എന്ന് പറയുന്ന സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അവയുടെ സ്ട്രക്ചർ എങ്ങനെയാ, അവയുടെ പ്രോട്ടോൺസിന്റെ എണ്ണം എത്രയാണ്? 1 ആണ് അല്ലെ. H1 എന്ന് പറയുന്ന ആ ഒരു ഹൈഡ്രജൻ, ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഹൈഡ്രജനും then C14 എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ, ഈ രണ്ടെണ്ണമാണ്, C14 അല്ല C13 എന്ന് പറയുന്ന ഈ രണ്ട് ആറ്റംസ് ആണ് കോമൺലി ഈ ഒരു NMR സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നത്. then C12 എന്നുള്ള ഒരു ടേം ഉണ്ട്. ആ ഒരു C12 നമ്മൾ യൂസ് ചെയ്യില്ല. കാരണം ഈ ഒരു C12 ഈ രണ്ടെണ്ണത്തിന്റെ കേസ് H1ലും C13ന്റെ അകത്തും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ C12 ആണെങ്കിലോ, C12 എന്ന് പറയുമ്പോൾ അതിൽ പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും 6 ആണ്. രണ്ടിനും 6 ആയതുകൊണ്ട് തന്നെ അവ NMRന് ഇഫക്റ്റീവ് അല്ല. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് പ്രോട്ടോൺ, ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ടുള്ള NMRനെ പ്രോട്ടോൺ NMR എന്നാണ് പറയുന്നത്. ഹൈഡ്രജനും C13 ആണ് മെയിൻ ആയിട്ട് ഈ ഒരു NMR സ്പെക്ട്രോസ്കോപ്പിക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ സപ്പോസ് എക്സാമ്പിൾ എടുക്കുമ്പോൾ ഈ രണ്ട് ആറ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒന്നാമത്തത് ന്യൂക്ലിയർ സ്പിൻ ആണ്. അതായത് സം അറ്റോമിക് ന്യൂക്ലിയൈ possess a property called സ്പിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ ആ ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് സ്പിന്നിങ് കാണിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ആ ഒരു സ്പിന്നിങ് എന്നുള്ള പ്രോസസ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം H1ന്റെ സ്പിന്നി എന്ന് പറയുന്നത് ഹാഫ് എന്നുള്ളൊരു മെഷർമെന്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെയാണ് ഹാഫ് കിട്ടുന്നതെന്ന് പറയാം. ആ ഒരു H1ന് തന്നെ രണ്ട് രീതിയിൽ സ്പിന്നിങ് നടക്കുന്നുണ്ട്. C13ഉം ഹാഫ് സ്പിൻ ആണ്. C12ന്റെ സ്പിന്ന് 0 ആണ്. കാരണം അവ NMR ഇനാക്റ്റീവ് ആണ് എന്നുള്ള ഒരു ടേമും കൂടി ഓർത്തു വെക്കാം. അപ്പം എന്താണ് സ്പിന്നിങ്? അപ്പം ഈ ഒരു സ്പിന്നിങ് നടക്കുന്ന ആറ്റംസിനെ മാത്രമേ NMR എന്ന് പറയുന്ന പ്രോസസ്സ് വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതാണ് ഓൺലി ന്യൂക്ലിയൈ വിത്ത് സ്പിൻ NMR ആക്റ്റീവ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കാം. ഇതെല്ലാം സൗത്ത് ടു നോർത്ത് ഡയറക്ഷനിലുള്ള ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ആ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എടുത്തേക്കുന്ന ഈ ഒരു മോളിക്യൂൾസ് ഇപ്പം ഹൈഡ്രജൻ ആണെന്ന് വെക്കുക. ഓക്കെ, അപ്പം ഹൈഡ്രജൻ എന്ന് പറയുമ്പം പല രീതിയിൽ ഏതൊരു മോളിക്യൂൾ എടുത്താലും അതിലുള്ള ആറ്റംസ് പല രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം സപ്പോസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഡയറക്ഷൻ പല രീതിയിൽ അറേഞ്ച് ചെയ്തത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യാണ്, നമ്മളൊരു ആൽഫ സ്പിൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആൽഫ സ്പിൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ആദ്യം ഈ ഒരു ഹൈഡ്രജൻ ആറ്റം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു നോർത്ത് ഇവിടെയാണെങ്കിൽ
ഇത് ഏത് പൊസിഷൻ ആയിരിക്കും? സൗത്ത്. ദെൻ ഇവിടെ നോർത്ത്. ഈ ഒരു രീതിയിലാണ് ഹൈഡ്രജൻ ആറ്റം ആദ്യം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്തപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൗത്ത് ടു നോർത്ത്, നോർത്ത് സൗത്ത് ഇന്ററാക്ഷൻ അല്ലേ. അപ്പൊ ഈ ഒരു സ്പിന്നിനെയാണ് ആൽഫ സ്പിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ആൽഫ സ്പിൻ. സോ ഈ ഒരു ആൽഫ സ്പിന്ന് നേടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ചും കൂടി എക്സ്റ്റേണൽ ആയിട്ട് കുറച്ചും കൂടി ഹയർ എനർജി ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു റേഡിയേഷൻ എനർജി പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു റേഡിയേഷൻ എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ മോളിക്യൂള് ആൽഫ സ്പിന്നിൽ നിന്ന് ബീറ്റ സ്പിന്നിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. ഓക്കെ, ആൽഫ സ്പിന്നിൽ നിന്ന് ബീറ്റ സ്പിൻ, അതായത് ഇപ്പൊ ഇത് പാരലൽ ആണ്, നോർത്ത് ടു സൗത്തും സൗത്ത് ടു നോർത്തും ആണ് അല്ലെ. അപ്പം ആൽഫ സ്പിന്നിൽ നിന്ന് ബീറ്റ സ്പിന്നിലേക്ക് മാറുമ്പോൾ അതായത് ഒരു 180 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തിട്ട് നോർത്ത്, ഇതാണല്ലോ നോർത്ത് എന്ന് പറയുന്നത്, ആ ഒരു നോർത്തിനെ കണക്കായിട്ട് തന്നെ ഈ ഒരു ആറ്റത്തിന്റെ നോർത്തും വരും, ദെൻ സൗത്തിന് കണക്കായിട്ട് സൗത്തും വരും. സോ ഇവിടെ ആൽഫയിൽ നിന്ന് ബീറ്റയിലേക്ക് ഒരു സ്പിൻ ഉണ്ടായി. സോ ഇത് എഗെയിൻസ്റ്റ് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണല്ലോ ഈ രണ്ടാമത്തെ സ്പിൻ എന്ന് പറയുന്നത്. സോ അതിന് കൂടുതലായിട്ടുള്ള എനർജി ആവശ്യമായിട്ട് വരും. ഈ ഒരു സ്പിന്നിങ് മെക്കാനിസം ആണ് മെയിൻ ആയിട്ട് NMRന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ഒന്നുകിൽ ഫീൽഡിനെ എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്പീഡിന്റെ അതേ പാരലൽ ആയിട്ടോ ആന്റി പാരലൽ ആയിട്ടോ അറേഞ്ച് ചെയ്യാം. അവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകാം. ആൽഫയിൽ നിന്ന് വിത്ത് എന്ന് പറയുന്നത് ആൽഫയും എഗെയിൻസ്റ്റ് എന്ന് പറയുന്നത് ബീറ്റ ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി ആ ഒരു ഫീൽഡ് ഉണ്ടാകുന്നുണ്ടല്ലോ, അതായത് ആൽഫയിൽ നിന്ന് ബീറ്റയിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ എനർജി റിക്വയർമെന്റും മാറ്റാണ് അല്ലേ. അവിടെ റേഡിയോ ഫ്രീക്വൻസി എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഷിഫ്റ്റിനെ റെസൊണൻസ് എന്നുള്ള ടേം വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആൽഫയിൽ നിന്ന് ബീറ്റയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എനർജി അബ്സോർബ് ചെയ്യുന്നത് ഓരോ മോളിക്യൂൾസിന്റെയും എനർജി അബ്സോർപ്ഷൻ, അതായത് സ്പിന്നിങ്ങിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഹൈഡ്രജന്റെ ഡിഫറെന്റ് ആയിരിക്കും. ദെൻ ഹൈഡ്രജൻ നിൽക്കുന്ന പൊസിഷനും വേറെ പല ഫാക്ടേഴ്സും ബേസ് ചെയ്തിട്ട് ഈ ഒരു സ്പിന്നിങ് മാറുന്നുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. സോ ഈ ഒരു സ്പിന്നിങ് വഴിയുള്ള എനർജിയുടെ അബ്സോർപ്ഷൻ എന്ത് ചെയ്യാണ്? ആ ഒരു NMR ഡിറ്റക്ടർ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ഇതാണ് മെയിൻ ആയിട്ട് NMRന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഫെർദർ പ്രോസസ്സ് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു സ്റ്റെപ്സും കൂടി നോക്കാം. അത്രയും ഷോർട്ട് ആയിട്ടാണ് കേട്ടോ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. സോ നമുക്ക് സ്റ്റെപ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എന്ത് ചെയ്യാണ്? സാമ്പിൾ പ്ലേസ്ഡ് ഇൻ എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ കഴിഞ്ഞ ആ ഒരു ഇതിൽ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളുടെ ആ ഒരു മോളിക്യൂൾസ്, ഏതൊക്കെ മോളിക്യൂൾസ് ആണ് ഉള്ളതെങ്കിൽ ആ ഒരു സ്ട്രോങ് മോളിക്യൂൾസിനെ ആ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുക. നമ്മൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ B0 എന്നാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഒരു B0 ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സാമ്പിൾ വെച്ചു. സാമ്പിൾ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ചെറിയ എനർജി പ്രൊവൈഡ് ചെയ്തു. നമ്മൾ പ്രിൻസിപ്പിൾ പറഞ്ഞതിൽ പോലെ ആ ഒരു ചെറിയ എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിലുള്ള മോളിക്യൂൾസ്, ഇപ്പം നമ്മളിപ്പോൾ CH3 എന്നുള്ളൊരു മോളിക്യൂൾ ആണ് എടുത്തതെങ്കിൽ സീനെ ചുറ്റും 3 മോളിക്യൂൾസ് ഉണ്ട് അല്ലെ. CH3Cl ആണ് എടുക്കുന്നത് ചോദിക്കാം. അപ്പം അതിന്റെ ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻ എക്സ്പാൻഡ് ചെയ്താലുള്ളത് അറിയാലോ. അപ്പൊ ഈ മോളിക്യൂൾസിൽ ഓരോ ഹൈഡ്രജന്റെയും അലൈൻമെന്റ്, ഈ ഒരു ഓരോ ഹൈഡ്രജന്റെയും സ്പിന്നിങ് മാറ്റമായിരിക്കും. ആ ഒരു ഹൈഡ്രജന്റെ സ്പിന്നിങ്ങിനെ എഫക്ട് ചെയ്യുന്നത് ക്ലോറിൻ ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു മോളിക്യൂൾ CH3Cl എന്ന് പറയുന്ന മോളിക്യൂൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചു. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചപ്പം അതിലുള്ള ഹൈഡ്രജൻ ആറ്റംസിന്റെ മാത്രം നമുക്ക് നോക്കാം. ഒരു ഹൈഡ്രജൻ ആറ്റം ആദ്യം എന്ത് ചെയ്യാണ്? ഒരു ലോവർ എനർജിയിൽ ആൽഫ സ്പിന്നിങ്, നമ്മൾ പ്രിൻസിപ്പിളിൽ പറഞ്ഞ പോലെയുള്ള ഒരു ആൽഫ സ്പിന്നിങ് നടന്നു. അപ്പൊ നോർത്ത് ടു നോർത്ത്, സൗത്ത് ടു സൗത്ത്, ആ ഒരു നോർത്ത് ടു സൗത്ത്, സൗത്ത് ടു നോർത്ത് ആ ഒരു ഡയറക്ഷനിൽ വന്നു. നമ്മൾ എന്ത് ചെയ്തു? പിന്നെയും ഹൈ എനർജി പ്രൊവൈഡ് ചെയ്തപ്പോൾ ആൽഫയിൽ നിന്ന് ബീറ്റയിലോട്ടൊക്കെ ഒരു സ്പിന്നിങ് വന്നു. ഹൈഡ്രജൻ ആറ്റം ആദ്യം ഇങ്ങനെയുള്ള ഹൈഡ്രജൻ ആറ്റം സ്പിന്ന് ചെയ്തു അല്ലെ, വേറൊരു തിരിച്ച് ഡയറക്ഷനിലോട്ട് സ്പിന്ന് ചെയ്തു. അപ്പം സ്പിന്നിങ് വന്നു, അതായത് അവിടെ റെസൊണൻസ് ഉണ്ടായി എന്നാണ് നോക്കുന്നത്. അപ്പൊ റെസൊണൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ആ ഒരു റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് പിന്നെയും പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തപ്പം ആ ഒരു ആൽഫ ബീറ്റ സ്പിൻ ട്രാൻസിഷൻ നല്ല രീതിയിൽ
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ആൽഫ ബീറ്റയിലുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് റെസൊണൻസ് എന്നുള്ള ടേം വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ റെസൊണൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു എക്സ്ട്രാ റേഡിയേഷൻ ഉണ്ടല്ലോ, ആ ഒരു റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാണ്. അപ്പൊ റേഡിയേഷൻ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഈ ഒരു സ്പിന്ന് ചെയ്ത ന്യൂക്ലിയസ് അതിന്റെ ഓൾറെഡി ഉള്ള ഒറിജിനൽ പൊസിഷൻ ബാക്ക് ടു നോർമലിലേക്ക് എത്തുകയാണ്. അങ്ങനെ ബാക്ക് ടു നോർമലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ആ ഒരു സമയത്ത് ചില സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ FID സിഗ്നൽ ആണ്. ആ ഒരു FID സിഗ്നൽ നമ്മൾ ആ ഒരു NMR സിഗ്നൽ ഡിറ്റക്ടർ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യുന്നു. ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിഗ്നൽ ഡിറ്റക്ട് ചെയ്യുന്നതിനെ ഫൊറിയർ ട്രാൻസ്ഫോം വെച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ് വഴി ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ഗ്രാഫ് പോലെ പ്ലോട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു NMR സ്പെക്ട്രത്തിൽ. ഈ ഒരു പ്രോസസ് ആണ് മെയിൻ ആയിട്ട് അതിന്റെ സിമ്പിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പിൾ സ്റ്റെപ്പ് പറയുമ്പം കെമിക്കൽ ഷിഫ്റ്റ് എന്നുള്ള ഒരു ടേമും കൂടി നമ്മൾ NMR പഠിക്കാനുണ്ട്. അതായത് ഈ ഒരു CH3Cl എന്നുള്ള ടേം തന്നെ എടുത്താൽ അതിൽ രണ്ട് രീതിയിലുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ഇപ്പം CH3 എന്ന് പറയുമ്പം ഹൈഡ്രജൻ ആറ്റംസ് 3 ഹൈഡ്രജനും ഒരു ക്ലോറിനും അല്ലേ ഉള്ളത്. അപ്പൊ ഈ ഒരു ഓരോ ഹൈഡ്രജൻ ആറ്റത്തെയും അതിന്റെ സറൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ സറൗണ്ടിങ്ങിനെ ഇൻഫ്ലുവൻസ് ബേസ് ചെയ്തിട്ടാണ് ഓരോന്നിന്റെയും സ്പിന്നിങ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇലക്ട്രോൺസ് ഷീൽഡ് ന്യൂക്ലൈ ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മൾ ഈ ഒരു ഷീൽഡിങ് നടത്തുന്നത് ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ അതിനു ചുറ്റുമുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഷീൽഡ് ചെയ്യാം. ആ ഒരു ഷീൽഡ് ചെയ്ത പ്രോസസ്സിനെയാണ് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അവിടെ രണ്ട് രീതിയിലുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഷീൽഡിങ് ആൻഡ് ഡീഷീൽഡിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഷീൽഡിങ്ങും ഡീഷീൽഡിങ്ങും ന്യൂക്ലിയസിന്റെ ഷീൽഡിങ്ങും ഡീഷീൽഡിങ്ങും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പം ഓരോ പീക്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു റൈറ്റ് സൈഡിൽ പ്ലോട്ട് ചെയ്യുന്നത്, ഗ്രാഫിന്റെ റൈറ്റ് സൈഡ് ആണല്ലോ ഇത്, റൈറ്റ് സൈഡിലോട്ട് പ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഷീൽഡിംഗ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും. നോൺ ഷീൽഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീഷീൽഡിംഗ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ പീക്ക് ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ഗ്രാഫിൽ ഉണ്ടാകുന്നത്. ഈ ഒരു റെപ്രസെന്റ് ചെയ്യുന്നത് ppm എന്നുള്ള ആ ഒരു യൂണിറ്റിലാണെന്ന് ഓർത്ത് വെക്കുക. ഇനി എന്താണ് ഷീൽഡിംഗ് ആൻഡ് ഡീഷീൽഡിംഗ് കൂടി നമുക്ക് മനസ്സിലാക്കാം. അതായത് ഷീൽഡിംഗ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് എൻവയൺമെന്റ് ഡിഫറെന്റ് സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒന്നുകിൽ നമ്മൾ ഒരു ആറ്റം എടുത്തു അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ എടുത്തിട്ട് ഇപ്പം സപ്പോസ് ഒരു ഹൈഡ്രജൻ ആണ് എടുത്തതെങ്കിൽ ഈ ഒരു ഹൈഡ്രജന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസിന്റെ ആണ് നമ്മൾ സപ്പോസ് ഒരു എക്സാമ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഏത് ന്യൂക്ലിയസ് ആണെങ്കിലും ഒരു ആറ്റം നമ്മളിപ്പോ ഹൈഡ്രജൻ ആണ് എടുക്കുന്നതെങ്കിൽ ഹൈഡ്രജന്റെ ചുറ്റും കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇലക്ട്രോൺ ഒക്കെ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിനെ അങ്ങ് ഷീൽഡ് ചെയ്യണം അല്ലെ, കവർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ മോർ ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ അതിനെയാണ് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ഷീൽഡിംഗ് കൂടുതലാണെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിന് ചുറ്റും അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അതായത് ലോ ppm ആയിരിക്കും ഉണ്ടായിരിക്കുക. ലോ ppm ആയതുകൊണ്ട് തന്നെയാണ് അവ റൈറ്റ് സൈഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ച് ഇലക്ട്രോൺസിന്റെ അളവ് കുറവാണെങ്കിൽ, ലെസ് ഇലക്ട്രോൺ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഒരു ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും. സോ അവിടെ ഹൈ ppm ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായിരിക്കും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു രീതിയിലുള്ള ആ ഒരു എൻവയൺമെന്റൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ കൊടുത്താൽ ക്ലോറിൻ എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ക്ലോറിൻ എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺസിനൊക്കെ പുൾസ് അവേ, ഹൈഡ്രജന്റെ അടുത്തുള്ള ആ ഒരു ക്ലോറിൻ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഇലക്ട്രോൺസിനൊക്കെ പുൾ അവേ ചെയ്യും, അതായത് വലിച്ചെടുക്കും. അപ്പൊ ഹൈഡ്രജന് ചുറ്റുമുള്ള ആ ഒരു ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി അവിടെ കുറയാണ്. ഇപ്പൊ ക്ലോറിൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ക്ലോറിന്റെ അടുത്തുള്ള ഹൈഡ്രജൻ ആറ്റം, ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിനെ ക്ലോറിൻ എന്ത് ചെയ്യാണ്, ഉള്ളോട്ടേക്ക് അട്രാക്ട് ചെയ്യാണ്. സോ ഹൈഡ്രജന് ചുറ്റുമുള്ള ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി കുറയും. അപ്പൊ ഇവിടെ ലെസ് ഇലക്ട്രോൺ ആണ്, അപ്പൊ ഹൈ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. സോ അവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്, ഡീഷീൽഡിംഗ് ആണ്. സോ ഒരു ക്ലോറിൻ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് അടുത്ത് നിൽക്കുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഡീഷീൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണ് നടക്കുന്നത്. സോ അവരുടെ പീക്ക് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ക്ലോറിൻ ആറ്റത്തിന് എവേ നിൽക്കുന്ന ആ ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. സോ അവ റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഈ രണ്ട് കണ്ടീഷൻ ആണ് മെയിൻ ആയിട്ട് ഒരു ഷീൽഡിംഗ് ആൻഡ് ഡീഷീൽഡിങ്ങിന്
ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ ഈ ഒരു ഷീൽഡിങ്ങും ഡീ ഷീൽഡിങ്ങും നടന്നു കഴിഞ്ഞ് ആ ഒരു സ്പിന്നിങ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ppm ലാണ് അവരുടെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ ആ ഒരു മെഷർ ചെയ്തത് 0 ppm ആണെങ്കിൽ അത് TMS എന്നുള്ള ടേമും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് ഈ ഒരു NMR സ്പെക്ട്രോസ്കോപ്പി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ദെൻ ഈ ഒരു ഗ്രാഫ് ബേസ് ചെയ്തിട്ട് മെയിൻ ആയിട്ടുള്ള അവയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. അപ്പം NMR സ്പെക്ട്ര നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്നാമത്തത് ഡിഫറെന്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻ, അതായത് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന്റെ പ്രസൻസിലോ ഇലക്ട്രോൺസിന്റെ പ്രസൻസിലോ അവയുടെ സിഗ്നൽസിന്റെ എണ്ണം നമ്പർ കുറവാണോ അല്ലയോ എന്ന് ആ ഒരു ആറ്റത്തിനെ ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കാം. ദെൻ രണ്ടാമത്തത് ഒരു പ്രോട്ടോൺസിന്റെ, അതായത് കാർബണിന്റെയോ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെയോ ടൈപ്സ്, അവയുടെ പൊസിഷൻ ഏത് പൊസിഷനിലാണ് അവരുള്ളത് എന്നത് ബേസ് ചെയ്തിട്ട്, അതായത് ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിന് സൈഡായിട്ട് ആൽഫ പൊസിഷൻ ബീറ്റ പൊസിഷൻ എന്നൊക്കെ പറയുന്നില്ലേ, ഏത് പൊസിഷനിലാണ് ആ ഒരു ടൈപ്പ് കാർബൺ അല്ലെങ്കിൽ പ്രോട്ടോൺസ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ദെൻ അവയുടെ ഇന്റഗ്രേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ സ്പ്ലിറ്റിംഗ് നെയ്ബറിംഗ് പ്രോട്ടോൺസും ആയിട്ടുള്ള ഒരു റിലേഷനും കൂടി ഈ ഒരു NMR സ്പെക്ട്രോസ്കോപ്പി ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കാം. സോ ഇത്രയാണ് NMR സ്പെക്ട്രോസ്കോപ്പി. അത്രയും സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്. ദെൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അത്രയും ടൈം എടുക്കും. സോ NMR ഇത്രയാണുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇനി ഏതെങ്കിലും ടോപ്പിക്സ് എടുത്തു തരണമെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ ഇട്ടുതരുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്താൽ മറക്കരുത്. സോ പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു.